ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കുക്കൂസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഇലയാണ്. അപ്പോൾ വാഴയിലട എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ഗ്ലാസ് വറുത്ത പൊടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊരു പുട്ടുപൊടീൻ്റെ പരുവത്തിനൊക്കെ ആക്കി ഞാൻ വറുത്ത് വെച്ചിട്ടുള്ളതായിരുന്നു. അപ്പോൾ ആ പൊടിയാണ് ഞാനിവിടെ 2 ഗ്ലാസ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട ശേഷം ഇത് കൈകൊണ്ട് നമുക്ക് നന്നായിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കാരണം ആ ഉപ്പൊക്കെ ഒന്ന് എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡാണ്. അപ്പോൾ വെള്ളം ഒഴിക്കുന്നതിനേക്കാൾ മുമ്പ് ഇതുപോലെ കുറച്ച് ഉപ്പിട്ടിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്കിനി ഇതിനകത്തേക്ക് വെള്ളം ഒഴിച്ചൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ചൂടുവെള്ളമാണ് കേട്ടോ. ചൂടുവെള്ളത്തിൽ കുഴയ്ക്കുവാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് അട ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ചൂടുവെള്ളത്തിൽ ഇത് കുഴച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഒരുപാട് വെള്ളം ഒഴിക്കരുത്. ഒരുപാട് വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് കുഴഞ്ഞു പോകും. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വേണം ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ ഒന്ന് കുഴച്ചെടുക്കാം നമുക്ക്. അപ്പോൾ ഇതാ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ ഈ ഒരു പരുവത്തിന് വേണം കേട്ടോ നമുക്കിത് കുഴച്ച് കഴിഞ്ഞാൽ കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിന് വേണ്ട തേങ്ങയാണ്. ഞാനിവിടെ 1 കപ്പ് തേങ്ങയും അതുപോലെ തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. അതിന് ശേഷം ഇത് ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ട വാഴയില എടുക്കാം. അപ്പോൾ വാഴയില ഞാനിവിടെ ചെറിയ പീസുകളായി മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് എടുക്കുക. എടുത്ത ശേഷം നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന അരിപ്പൊടി ഇതുപോലെ ചെറിയ ഉരുളകളാക്കി വെച്ചിട്ട് ഇതുപോലെ ഇതിനകത്തേക്ക് എടുത്ത് വെച്ചിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് കയ്യിൽ ഒട്ടുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളത്തിലൊക്കെ നമ്മുടെ കൈ മുക്കിയിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നല്ല തിന്നായിട്ട് വേണം ഇത് പരത്തി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉൾവശം വേകാണ്ടിരിക്കും. അപ്പോൾ നല്ല തിന്നായിട്ട് ഇതൊന്ന് പരത്തി കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ നല്ല തിന്നായിട്ട് ഞാനിവിടെ പരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങയും പഞ്ചസാര ഇതിനകത്തേക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ വാഴയിലേൻ്റെ ഒരു സൈഡിൽ നിന്ന് മറു സൈഡിലേക്ക് ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ട് ഇതിൻ്റെ നടുവശം ഒന്ന് നന്നായിട്ടൊന്ന് ഞെക്കി കൊടുക്കുക. ഇതേപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാം ഒന്ന് റെഡിയാക്കി കൊണ്ടുവരാം. അപ്പോൾ ഞാൻ വാഴയിലയിൽ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഓൾറെഡി നമ്മുടെ ഇഡ്ഡലി പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, നന്നായിട്ടൊന്ന് തിളച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ വെള്ളം. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഉണ്ടോ, നല്ല ആവിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായി അപ്പോൾ നമ്മുടെ ഈ ഉണ്ടാക്കുന്ന അട പെട്ടെന്ന് ഉണ്ടായി കിട്ടും. കാരണം ഓൾറെഡി വെള്ളമൊക്കെ തിളച്ചിരിക്കുന്നുണ്ടല്ലോ. ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന അട ഇതിനകത്തേക്ക് ഓരോന്ന് എടുത്തു വെച്ച് കൊടുക്കാം. കാരണം നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ഇഡ്ഡലി പാത്രം ഇങ്ങനെ വെള്ളം ഒഴിച്ച് വെക്കുകയെന്നുണ്ടെങ്കിൽ ആ വെള്ളം നന്നായിട്ട് ചൂടായി നിന്നോളും. ഇല്ലാന്നുണ്ടെങ്കിൽ കുറേ നേരം താമസം എടുക്കും ഇത് അടയായി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ അടയ്ക്ക് കുഴയ്ക്കുമ്പോഴേക്കും നമ്മൾ കുറച്ച് വെള്ളം എടുത്ത് ഇതുപോലെ വെക്കുകയെന്നുണ്ടെങ്കിൽ ആ വെള്ളം അവിടെ തിളച്ച് കിടന്നോളും. അപ്പോൾ ഞാനിവിടെ എല്ലാ അടകളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ആവി പോകാണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് മൂടി വെക്കാം. മൂടി വെച്ച് ഇനി ഒരു അരമണിക്കൂർ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം വേകുന്നവരെ. അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്തായി എന്നുള്ളത്. തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ അട ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, വാഴയിലൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഞാനൊരു പാത്രത്തിനകത്തേക്കൊന്ന് മാറ്റി കൊണ്ടുവരാം. കണ്ടോ, അപ്പോൾ ഞാൻ പാത്രത്തിനകത്തേക്ക് എല്ലാം മാറ്റിയിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് തുറന്ന് കാണിച്ചു തരാം. കണ്ടോ, നല്ല വാഴയില വാടിയ സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ തീർച്ചയായും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. നല്ല അടയാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോ വരെ ടാറ്റാ ബൈ ബൈ.